തിരുമേനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 50ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി പൂർവ്വാധ്യാപക വിദ്യാർത്ഥി സംഗമം നടത്തി. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. 1974 സ്ഥാപിതമായ തിരുമേനി ഗവൺമെൻറ് സ്കൂളിൻ്റെ 50ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി സ്കൂളിൽ പൂർവ്വാധ്യാപക വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. 1980 ഹൈസ്കൂളായും പിന്നീട് ഹയർ സെക്കൻഡറി സ്കൂളായും ഉയർത്തപ്പെട്ട സ്കൂളിൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് 50ാം വാർഷികത്തിൻ്റെ ഭാഗമായി നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായുള്ള പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് റിട്ടയർഡ് പ്രൊഫസറുമായ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പോലെ ഇവിടെ തിരുമേനി സ്കൂളിൻ്റെ അടുത്താണ് ഞാൻ ഇവിടെ പഠിക്കുന്ന കാലത്ത് 2 വർഷക്കാലം താമസിച്ചത്. അന്ന് നിക്കറൊക്കെ ഇട്ട് ചെറിയ ഒരാളാണ്. അതിന് ക്ലാസ്സിൻ്റെ ഫ്രണ്ട് ബെഞ്ചിൽ ഇങ്ങേറ്റത്തെ വിജയനും രവിയൊക്കെ കൂടെ ഇരിക്കുന്ന ഒരാളാണ്. അവിടെ ക്ലാസ്സിലെ പെൺകുട്ടികളെ അതിനുശേഷം ഇന്നാണ് കാണുന്നത്. എനിക്ക് ആരും ഓർമ്മയില്ല. അന്ന് ഇന്നത്തെ പോലെയല്ലോ, പെൺകുട്ടികളുടെ സൈഡിലേക്ക് നോക്കുകയില്ല. അന്ന് 41 വർഷം മുമ്പുള്ള നമ്മുടെ സാമൂഹിക അന്തരീക്ഷവും ജീവിതവും ചേരണം. അത് സ്വാഭാവികമായിട്ട് ഇവിടുന്ന് സ്ഥലമൊക്കെ വിറ്റ് പോയതുകൊണ്ട് എൻ്റെ കൂടെ പഠിച്ച പലരെയും പിന്നെ കാണാനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. നാട്ടുകാരെന്ന നിലയിൽ എപ്പോഴെങ്കിലും കാണാനുള്ളൊരു അവസരമൊക്കെ. അപ്പം അങ്ങനെ ഒരു അവസരം കിട്ടിയത് ഇന്നാണ്. എൻ്റെ അയൽവാസികളായ കുറേ സുഹൃത്തുക്കളെയൊക്കെ കണ്ടത് ഇന്നാണ്. കുറേ കാലത്തിന് ശേഷം അവരൊക്കെ തിരിച്ചറിഞ്ഞ് വന്നതാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമൊക്കെ എനിക്കുണ്ട്. ഒരു യാദൃശികമായി ആകസ്മികമായൊക്കെ അവിടെ എത്തിപ്പെട്ട് ഇങ്ങനെ പഠിച്ച് രക്ഷപ്പെട്ടു വന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അനിയന്മാരൊക്കെ ഇങ്ങനെ. അപ്പം അതിൽ അധ്യാപകർ പ്രധാനപ്പെട്ട പങ്ക് വെച്ചു. അധ്യാപകർ അനുഗ്രഹവും ശ്രേഷ്ഠതകളും ഇങ്ങനെ വാമൊഴിയായിട്ട് പറയുന്നത്. ഞാൻ ഈ സ്കൂളിൽ വരുമ്പോൾ എന്നെ പ്രാപ്പർ സ്കൂളിൽ പഠിപ്പിച്ച ഏലിയാമ്മ ടീച്ചർ ഉണ്ടായിരുന്നു. കൊല്ല ഈ സ്കൂളിലേക്ക് വരുമ്പോൾ ആദ്യം ഓർമ്മ ഏലിയാമ്മ ടീച്ചർ, ജോസഫ് മാഷ്, നമ്പൂതിരി മാഷ്, അങ്ങനെ ഒരുപാട് മാഷ്, എല്ലാവരും പേര് പറയുന്നില്ല. അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ 9ാം ക്ലാസ് വന്ന് ചേരുമ്പോൾ അവരിവിടെ UP സെക്ഷനിലൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർ ആ പഴയ വിദ്യാർത്ഥി എന്നൊരു സേവനം ഇവിടെ എപ്പോഴും കാണിച്ചു. സംഘാടക സമിതി ചെയർമാൻ KK ജോയി അധ്യക്ഷത വഹിച്ചു. ഡിസംബർ 28 പൂർവ്വാധ്യാപക വിദ്യാർത്ഥി സംഗമം നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിക്കണം. അതിന് പരിമിതിയൊക്കെ 2 ആഴ്ചത്തെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇത്രമാത്രം നമുക്ക് ഈ പരിപാടിയൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുന്നത്. ഒരുപാട് ആളുകൾ അറിയാത്തവരുണ്ട്, എന്നാലും അറിഞ്ഞവരുണ്ട്. എന്നാലും പ്രിയപ്പെട്ടവരെ, അറിയാത്തവരോട് ആത്മാർത്ഥമായി അറിയാത്തവരോട് ഹൃദയം തുറന്ന് മാപ്പ് ചോദിക്കാം. പിന്നെ മാപ്പ് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, അറിഞ്ഞു വരണേ. ഈ സ്കൂൾ ആരാ? ഇവിടെ പഠിച്ച മൊത്തം വിദ്യാർത്ഥികളാണ്. വിദേശത്തുള്ളവരുണ്ട്, അമേരിക്കയിലുള്ളവരുണ്ട്, ലണ്ടനിലുള്ളവരുണ്ട്, അതിനപ്പുറത്തുള്ളവരുണ്ട്, കേരളത്തിലുള്ളവരുണ്ട്, ഇന്ത്യയിലുള്ളവരുണ്ട്, എല്ലായിടത്തുള്ളവരുണ്ട്. അങ്ങനെയുള്ളപ്പോൾ സാധാരണ ആള് പറയും നമുക്കൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കണ്ടേ. സ്കൂൾ പ്രിൻസിപ്പൽ ബിജു മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ഹെഡ് മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ടും VG ശ്രീനിവാസൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. മലയാളികളുടെ ഹൃദയം കീഴടക്കിയ MD, 2 അക്ഷരത്തിലൂടെ മലയാളികളുടെ ഹൃദയം കീഴടക്കിയ MD, മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രതിഭാശാലിയായ എഴുത്തുകാരൻ, അക്ഷരങ്ങളിലൂടെ നക്ഷത്രപ്പൂക്കൾ വിരിയിച്ച് ലോക സാഹിത്യ ഭൂപടത്തിൽ കേരളത്തിന്റെ വിലാസം രേഖപ്പെടുത്തിയ വിശ്വസാഹിത്യകാരന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നാം തലകുമ്പിടുന്നു, അനുശോചിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഒത്തുചേർക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്രകാരം ഒരു പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ 4 പരിപാടികളാണ് ആസൂത്രണം ചെയ്തത്. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി. ഇതിന്റെ ഉദ്ഘാടനം 2024 ജൂൺ 3-ാം തീയതി ആരാധനായ പയ്യന്നൂർ MLA ശ്രീ TI മധുസൂദനൻ അവറുകൾ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് പരിചയമുള്ള മുഖങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത്, ഇവിടുത്തെ പൂർവ്വാധ്യാപകനായ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ ശ്രീ സുരേഷ് എപ്പോഴും എന്നോട് പറയുമായിരുന്നു, ഈ അവാർഡ് ലഭിക്കുന്നതിനേക്കാളും സന്തോഷമാണ് ഇത്തരത്തിലുള്ള ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത്. സൗഹൃദം പങ്കിടുവാൻ ഒരു വേദി കിട്ടിയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളോടൊപ്പം അഭിമാനമുള്ളൂ.
എനിക്ക് ശേഷം വന്ന ഒരുപാട് അധ്യാപകർ അവിടെ ഉണ്ട്. എങ്കിലും എൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മുടെ സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട്. കരളിൻ്റെ ഇരുളിൽ വിളക്കായി തെളിയും നീ, മറഞ്ഞിരുന്നാലും മനസ്സിൻ്റെ കണ്ണിൽ മലരായി വിടരും നീ, മൃഗസഞ്ജീവനി നീ എനിക്കരുളി ജീവനിലുണരും സായുജ്യം. സ്കൂളിൽ ആരംഭകാലം മുതൽ നിലവിലുള്ള കാലം വരെ സേവനം ചെയ്ത പൂർവ്വ അധ്യാപകരെയും അനധ്യാപകരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു.
ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.